രൗദ്രതാണ്ഡവം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. ഉറക്കം ഞെട്ടി എഴുന്നേറ്റതും കണ്ണുകൾ ആദ്യം പോയത് ക്ലോക്കിലേക്കാണ്. മഹാദേവ, 2 മണി കഴിഞ്ഞു. അവൾ ചാടിപ്പിടിഞ്ഞ് എഴുന്നേറ്റതും ധാവണിയുടെ പാവാടയിൽ കാലുടക്കി മുട്ടുപോയി മുന്നിലത്തെ ടേബിളിൽ ഇടിച്ചു. എന്റെ മഹാദേവ! ഒന്നാമത് ചാടിപ്പിടിച്ചുള്ള എഴുന്നേൽപ്പും ആ ഇടിയും. പെണ്ണ് കുനിഞ്ഞിരുന്നു പോയി. എത്ര നേരം അങ്ങനെ ഇരുന്നു എന്നറിയില്ല. കണ്ണിലെ ഇരുട്ട് മാറിയ നിമിഷം അവൾ മെല്ലെ എഴുന്നേൽക്കാൻ നോക്കി. വെപ്രാളപ്പെട്ട് എഴുന്നേൽക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വളരെ മെല്ലെ പതുക്കെ പിടിച്ചാണ് എഴുന്നേറ്റത്. എന്നിട്ടും നിവരുന്ന സമയത്ത് നന്നായി വേദനിച്ചു. ശരിക്കും ആ രാവണൻ എന്റെ കാലിനാണ്. ഞൊടിഞ്ഞുകൊണ്ട് പെണ്ണ് പുറത്തേക്ക് നോക്കി. അവിടെ ഇരുന്ന് നോക്കിയിട്ട് ഒന്നും കാണാത്തതുകൊണ്ട് തന്നെ അവളും മുടന്തി മുടന്തി മുന്നിലെ ജനാലയിലൂടെ പുറത്തേക്ക് ചെന്നു. രാവണന്റെ രഥം എത്തിയിട്ടില്ല. ഏകദേശം 1 മണിയാകുമ്പോഴേക്കും വരുമെന്നാണല്ലോ പാർത്ഥേടൻ പറഞ്ഞത്. ഓർത്തുകൊണ്ട് അവൾ ചുവരിലേക്ക് നോക്കി. 1 മണിയെ പിന്നിലേക്ക് തള്ളി പിന്നെയും മണിക്കൂറുകൾ ഒരുപാട് നീങ്ങിയിട്ടുണ്ട്. നാശം പിടിക്കാൻ, ഉറക്കം വന്നിട്ടും പാടില്ല. അല്ലേലും ഇങ്ങേര് വന്നതിന്റെ അന്ന് മുതൽ നഷ്ടപ്പെട്ടതാ എന്റെ ഉറക്കം. എന്ത് കഷ്ടാതാ ദൈവേ! മനസ്സിൽ വംശിയെ പിന്നെയും എന്തൊക്കെയോ പ്രായിക്കൊണ്ട് അവൾ പോയി സോഫയിലേക്കിരുന്നു. ഈ നേരം ഹൈവേയിലൂടെ പായുകയായിരുന്നു വംശിയുടെയും പാർത്ഥിന്റെയും വാഹനം. ഫ്ലൈറ്റ് ലേറ്റ് ആകുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഇതിപ്പോൾ വീട്ടിൽ പോയി 2 ഉറക്കം കഴിയേണ്ട നേരമായി. ദേഷ്യത്തോടെ പാർത്ഥൻ പറയുമ്പോൾ അതിന്റെ പ്രതിഫലനം വംശി സ്റ്റിയറിംഗിലാണ് തീർത്തത്. ഇതിപ്പോ എങ്ങോട്ടാ വംശി? ഫ്ലാറ്റിലേക്ക് പോയാൽ പോരെ? വീട്ടിൽ ചെന്ന് അമ്മയെ ഉണർത്തണോ? മറുപടിയൊന്നും കൊടുക്കാതെ അവന്റെ വണ്ടി നീങ്ങുന്നത് കണ്ടപ്പോൾ മനസ്സിലായി ഫ്ലാറ്റിലേക്കാണെന്ന്. സീറ്റ് ഒന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് പിന്നിലേക്കാക്കി പാർത്ഥൻ കണ്ണടച്ചു. പാർത്ഥ! തോളിൽ തട്ടിയുള്ള വിളിയിലാണ് അവൻ കണ്ണു തുറന്നത്. എത്തിയോടാ? 2 കൈകളും മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് അവൻ ചോദിച്ചു. അഗസ്ത്യ മുകളിൽ കാണും. പറഞ്ഞുകൊണ്ട് വംശി കാറിൽ തന്നെ ഇരുന്നതും സംശയത്തോടെ പാർത്ഥൻ അവനെ ഒന്ന് നോക്കി. നീ ഇറങ്ങുന്നില്ലേ? വേണ്ട, ഞാൻ വീട്ടിലേക്കാ. എടാ അമ്മ, ബൈ. പാർത്ഥൻ മറ്റെന്തെങ്കിലും പറയാൻ തുടങ്ങും മുന്നേ അവൻ പോയിരുന്നു. എന്തൊരു സ്വഭാവമാണോ! ആരോടോ പറഞ്ഞുകൊണ്ട് പാർത്ഥൻ ലിഫ്റ്റിലേക്ക് കയറി. നല്ല ഉറക്കം വന്ന് സോഫയിൽ നിന്ന് തല താഴേക്ക് പോകുന്ന നേരത്താണ് ചരിച്ചെടുത്ത് അകത്തേക്ക് കയറുന്ന വണ്ടിയുടെ ശബ്ദത്തിൽ അവൾ ഉണർന്നത്. പിടഞ്ഞെഴുന്നേറ്റ് നേരെ നിൽക്കാൻ നോക്കുമ്പോഴും മുന്നേ ഇടിച്ച മുട്ടിന്റെ വേദനയിൽ അവളുടെ കാലുകൾ പതറി. ഒരിക്കൽ കൂടി ചെവി വട്ടം പിടിച്ച് വണ്ടിയുടെ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ അവൾ മുന്നിലെ ഹോളിലൂടെ പുറത്തുള്ളത് വംശിയാണെന്ന് ഉറപ്പിച്ചിട്ടാണ് ഡോറ് തുറന്നത്. വാതിലിനടുത്തേക്ക് എത്തും മുന്നേ തന്നെ തുറന്നു പിടിച്ച വാതിലിൽ മുന്നിൽ നിൽക്കുന്നവളെ കണ്ട് വംശി വാച്ചിലേക്ക് നോക്കി. പിന്നെ ഒന്നും മിണ്ടാതെ അവളെ മറികടന്ന് അകത്തേക്ക് പോയതും പെണ്ണിന് എവിടെ നിന്നാണെന്നറിയില്ല ദേഷ്യം നുരഞ്ഞു പൊങ്ങി. തന്നെ കണ്ടിട്ട് പോലും അവനൊന്നും നോക്കാതെ പോയ അവഗണന അതവളെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചത്. അതെ, ഒന്ന് നിന്നേ. മുകളിലേക്കുള്ള സ്റ്റെപ്പിലേക്ക് കാലെടുത്ത് വെക്കാൻ തുടങ്ങിയവനെ പിൻവിളിയായി അവൾ പിടിച്ചു നിർത്തി. പക്ഷെങ്കിൽ അത് കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൻ മുറിയിലേക്ക് പോകുന്ന കണ്ടതും അവൾ ദേഷ്യത്തോടെ അവനൊപ്പം പിന്നാലെ ചെന്നു. അതെ, ഞാൻ വിളിച്ചത് കേട്ടില്ലായിരുന്നോ? ഓടിപ്പോയി അവന് മുന്നിലേക്ക് നിന്നുകൊണ്ട് ദേഷ്യത്തോടെയായിരുന്നു ചോദ്യം. നീ വിളിച്ചാൽ ഞാൻ കേൾക്കണമെന്നുണ്ടോ? അവനും ഒട്ടും കുറച്ചില്ല. പിന്നെ കേൾക്കാതെ? ഇയാളോട് സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ രാത്രി വരെ ഉറക്കം മുളച്ചു നിന്നത്. എന്നിട്ടിപ്പോ? അവൾ ദേഷ്യം പിടിച്ചു നിന്നതും വംശി 2 കൈകളും മാറിൽ കെട്ടിക്കൊണ്ട് അവളെ കേൾക്കാൻ എന്ന പോലെ ആ കണ്ണിലേക്ക് നോക്കി നിന്നു. ഇത്രയും നേരം അവനോട് ദേഷ്യപ്പെട്ടെങ്കിലും പെട്ടെന്നുള്ള നോട്ടത്തിൽ സിദ്ധി പതറിപ്പോയി. കാരണം അത്രയും രൂക്ഷമായിട്ടായിരുന്നു അവന്റെ കണ്ണുകൾ അവളെ നോക്കി നിന്നത്. ഇത്തിരി കഴിഞ്ഞിട്ടും അവളൊന്നും പറയുന്നില്ലെന്ന് കണ്ട് അവൻ തിരിയാൻ പോയതും അവൻ തന്നെ കേൾക്കാതെ പോവുകയാണെന്ന് കരുതി പെണ്ണ് പിന്നെയും മുന്നിലേക്ക് കയറിയിരുന്നു. നിങ്ങൾ ഒരാൾ കാരണം ദൈവമ്മയ്ക്ക് വയ്യാതായി, അറിയോ? മനസ്സിലായില്ല എന്ന പോലെ പുരികം ചുരുക്കി അവൻ അവളെ ഒന്നുകൂടി നോക്കി. ഇയാൾ ഇങ്ങനെ നോക്കുകയൊന്നും വേണ്ട. 3-4 ദിവസം അമ്മയോട് ഭയങ്കര സ്നേഹമായിരുന്നില്ലേ? എന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ പഴയ മാർക്കോടനായി. പാവം അമ്മ, ഇയാളെന്താ ഇങ്ങനെ മാറിയെന്നറിയാതെ? അവളുടെ ശബ്ദം പതറി. നിങ്ങൾ എന്തൊരു ദുഷ്ടനാ! അമ്മയ്ക്ക് നിങ്ങളെ എന്തോരം ഇഷ്ടമാണ്. എന്നിട്ട് നിങ്ങൾ എന്തിനാ അമ്മയെ കരയിക്കുന്നേ? നിങ്ങൾ ഒരു കാരണമാ എല്ലാത്തിനും. ദേഷ്യത്തോടെയാണ് പറഞ്ഞു തുടങ്ങിയതെങ്കിലും അവസാനമായപ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു. വംശി അത് കണ്ടെങ്കിലും പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾക്ക് മറുപടിയൊന്നുമേകാതെ തിരിഞ്ഞു. അതുകൂടി കണ്ടതും അവൾക്ക് പിന്നെയും ദേഷ്യായി. അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് പോലും എന്താണെന്ന് ചോദിക്കാത്ത മകനോട് അത്രയും വെറുപ്പും തോന്നി. എന്നാൽ അവൾ പറയുന്നതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ മുറിയിലേക്ക് അവൻ കാലെടുത്ത് വെക്കാൻ തുടങ്ങും മുന്നേ തന്നെ അവന്റെ കൈ പിടിച്ചവൾ നിർത്തിയിരുന്നു. ഒറ്റ നിമിഷം
അവന്റെ മുഖം ചുവക്കാനും കണ്ണിൽ നിന്ന് അഗ്നി പാറാനും ആ ഒരു നിമിഷം തന്നെ ധാരാളമായിരുന്നു. അവളെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് വംശി അവൾ പിടിച്ചിരിക്കുന്ന കൈയിലേക്ക് നോക്കി. അതുവരെ നാവുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവനെ ചൊടിപ്പിച്ചിരുന്നവൾ അവന്റെ രൂപം മാറിയത് കണ്ട് ഭയന്നു പോയിന്ന് തന്നെ പറയാം. നെഞ്ചിടിപ്പുയർന്ന് അവൾക്ക് തന്നെ കേൾക്കാൻ പാകത്തിൽ ഹൃദയം അലമുറ കൂട്ടി. അവന്റെ കണ്ണിലേക്ക് ഒരിക്കൽ കൂടി നോക്കാൻ പറ്റാത്ത വിധം അവളുടെ ഇമകൾ താഴ്ന്നുപോയി. പേടികൊണ്ട് ഉരുണ്ടുകൂടിയ വിയർപ്പുതുള്ളികൾ ചാലുകളായി, നദികളായി അവളുടെ മാറിൻ ചുഴിയിലേക്ക് പോയി ഒളിച്ചു നിന്നു. കരുണാവാന് കാലനാകാൻ പറ്റും എന്ന് കേട്ട സ്കന്ധവാക്യം തലച്ചോറിനുള്ളിൽ വട്ടമിട്ട് പറക്കുന്ന പോലെ ആദ്യമായി അവൾക്ക് തോന്നി. അമ്മയുടെ വിഷമം കണ്ട് അവനോട് സംസാരിക്കാം എന്ന് കരുതിയെടുത്താണ് ഉള്ളിലെ ദേഷ്യം പുറത്തുവന്ന് അവനോട് ദേഷ്യപ്പെടാൻ വരെ തുടങ്ങിയത്. പക്ഷെ അറിയാതെ പോലും ഓർത്തില്ല മുന്നിൽ നിൽക്കുന്നവൻ രാക്ഷസനും വലിയ രാവണനാണെന്ന്. ഭയം കൊണ്ട് ശരീരം ആലില പോലെ വിറയ്ക്കാൻ തുടങ്ങി. കുറച്ചു മുന്നേ വരെ അവന് മുന്നിൽ ഉണ്ടായിരുന്ന ധൈര്യം രണം വിട്ടു പായുന്ന കൃഷ്ണനെ പോലെ അവളെ അടിമുടി തകർത്തി. ഹൗ ഡെയർ ടു ഹോൾഡ് മൈ ഹാൻഡ്! താൻ പിടിച്ചു നിർത്തിയ കൈ ഒറ്റപ്പിടുത്തത്തിൽ തന്റെ പിന്നിലേക്ക് തിരിച്ചുകൊണ്ട് അവൻ മുരണ്ടപ്പോൾ കൈ വേദനയെടുത്ത് പെണ്ണ് അലറി വിളിക്കാനായി പോയി. അത് മനസ്സിലാക്കിയവൻ ഇടത് കൈ വായിൽ പൊത്തി അവളെ ചുവരിലേക്ക് ഇടിച്ചു നിർത്തി. പിന്നിലേക്ക് വളച്ചു നിർത്തിയ കൈയിൽ അവന്റെ വിരലുകൾ മുറുകുന്നതനുസരിച്ച് അവൾക്ക് പ്രാണൻ പോകുന്ന വേദനയാണ് തോന്നിയത്. പക്ഷേ അവന്റെ ആ പിടുത്തത്തിൽ നിന്ന് ഒന്ന് അനങ്ങാനോ ആ പിടുത്തം അയക്കാനോ കഴിയാതെ അവൾ വേദന കൊണ്ട് തുള്ളിയപ്പോൾ അതിനെ തടയാനെന്ന പോലെ അവൻ അവന്റെ ശരീരം പിന്നെയും അവളിലേക്ക് അമർത്തി പിടിച്ചു. അതുവരെ ഒരു കൈവിരൽ ദൂരത്തിൽ നിന്നവൻ ഒരു നിശ്വാസത്തിന്റെ ദൂരത്തിലേക്ക് മാറിയതും അവൾ ഭയന്നുപോയി. അവന്റെ സാമീപ്യത്തിൽ അവളുടെ കണ്ണുമിഴിഞ്ഞു. ദേഷ്യത്തോടെ അവനെ നോക്കിയവൾ കാണുന്നത് നിന്ന നിൽപ്പിൽ തന്നെ എരിച്ചു കളയാനുള്ള അഗ്നിയുമായി നിൽക്കുന്നവന്റെ നോട്ടത്തെയാണ്. വന്ന അന്ന് മുതൽ നിന്നോട് ഞാൻ പറയുന്നതാണ്, നെവർ പ്ലേ വിത്ത് മീ. പക്ഷെ നിനക്ക് പുച്ഛം. ഈ വീട്ടിലെ വെറും അടുക്കളക്കാരിയായിരുന്നിട്ട് പോലും നിനക്ക് മഹാറാണിയുടെ ഗർവ്. അപ്പൊ പിന്നെ ശരിക്കും മഹാരാജാവായ ഞാൻ എത്ര അഹങ്കാരിയായിരിക്കുമെന്ന് നീ മറന്നു. അല്ല, മനഃപൂർവ്വം മറന്നെന്ന് നടിച്ചു. അവളെ അടിമുടി നോക്കി അവൻ പുച്ഛിച്ചതും വേദനയിലും പെണ്ണ് അവനെ തള്ളി നീക്കാൻ നോക്കി. ഈ പിടുത്തത്തിൽ നിന്ന് നീ അനങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ നീ എന്റെ മുന്നിൽ ഒന്നുമല്ലെന്ന്? അവളെ ആകെ തകർക്കും പോലെ അത്രയും കണിശം പിടിച്ചായിരുന്നു അവന്റെ സംസാരമെല്ലാം. വേദനയിലും പിടുത്തത്തിലും അവന്റെ വാക്കുകൾ നൽകുന്ന മുറിവിലും സിദ്ധി ആകെ തളർന്നു. യു ആർ നത്തിങ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. സ്റ്റിൽ ദ റീസൺ വൈ ഐ ഫോർഗീവ് യു ബിക്കോസ് ഐ നോ യു ആർ നോട്ട് മൈ ഒപ്പണന്റ്. അവൻ പറയുന്നത് കേട്ട് അവൾ ദേഷ്യത്തോടെ നോക്കി. മനസ്സിലായി കാണില്ല അല്ലേ? എങ്കിൽ മലയാളത്തിൽ നല്ല വ്യക്തമായി കേട്ടോ. നീ നീ എനിക്ക് എന്റെ മുന്നിൽ ഒന്നുമില്ല. ജസ്റ്റ് നത്തിങ്. അവൻ അവളുടെ കൈ അയച്ച് പിന്നിലേക്ക് മാറി നിന്നുകൊണ്ട് ധാർഷ്ട്യത്തോടെ ചിരിച്ചു. ഇനി നീ പറഞ്ഞ കാര്യം, നിന്റെ ദേവമ്മ, നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റിയെന്നാണ്? അവൻ വല്ലാത്തൊരു ഭാവത്തിൽ ചോദിച്ചുകൊണ്ട് പിന്നിലേക്ക് നീങ്ങി ചുവരിൽ ഇടതുകാല് പൊക്കി വെച്ചു. ഒപ്പം ചുവരിലേക്ക് തന്നെ ശരീരവും ചാർത്തി. എന്നിട്ട് കൈയും കെട്ടി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു, നിങ്ങൾക്കറിയില്ലേ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്ന്? ആ വേദനയിലും വാശിയോടെ അവൾ ചോദിച്ചു. അത് ഞാൻ എങ്ങനെ അറിയും? അതും പോട്ടെ, നിന്റെ അമ്മയ്ക്ക് എന്തു പറ്റിയാലും എനിക്കെന്താണ്? അവന്റെ മുഖത്ത് വല്ലാത്തൊരു ഭാവമായിരുന്നു. എന്റെ അമ്മയ്ക്ക് എന്തു പറ്റിയാലും നിങ്ങൾക്കൊന്നുമില്ലേ? അതുവരെ ശരീരത്തിലുണ്ടായ വേദന മറന്നവൾ ചാടിച്ചെന്ന് അവന്റെ ഷർട്ടിൽ പിടിച്ചു ചോദിച്ചു. എനിക്കൊന്നുമില്ല. അവളെ പിന്നിലേക്ക് തള്ളി നീക്കി ദേഷ്യപ്പെടുമ്പോൾ വംശി അടിമുടി വിറച്ചു. അപ്പോ ദേവമ്മ നിങ്ങളുടേത് ആരുമല്ലേ? എന്റെ ആരുമല്ല. പറയുമ്പോൾ ഒരിക്കൽ പോലും അവന്റെ വാക്കുകൾ വിറച്ചില്ല. ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങൾ. ദേവമ്മ നിങ്ങളുടെ അമ്മയല്ലേ? അവൻ തള്ളി പറയുന്ന കേട്ടതും അവളിലെ ദേഷ്യം മാറി അവിടെ സങ്കടം നിറയാൻ തുടങ്ങി. നീ പറയുന്ന ദേവകി എന്ന ദേവമ്മ വൈകുണ്ഠത്തിൽ പരമേശ്വരന്റെ പാതിയായിരിക്കും. അല്ലെങ്കിൽ ഈ വൈകുണ്ഠം തറവാടിന്റെ മുഴുവൻ അധിപതിയായിരിക്കും. അതിനുമപ്പുറം അവർക്ക് ഞാനോ ഞാൻ അവർക്കോ ആരുമല്ല. കരിങ്കലിൽ കോറി വെക്കുന്ന അക്ഷരങ്ങൾ പോലെ അവന്റെ വാക്കുകൾക്ക് മൂർച്ച തീവ്രമായിരുന്നു. അങ്ങനെ അമ്മ നിങ്ങൾക്ക് ആരുമായിരുന്നില്ലെങ്കിൽ എന്തിനാ ഇത്രയും ദിവസം നിങ്ങൾ ഈ പ്രകടനങ്ങളൊക്കെ അവരുടെ മുന്നിൽ കാണിച്ചത്? എന്തിനാ അമ്മയോട് സ്നേഹം കാണിക്കുന്ന പോലെ അഭിനയിച്ചത്? എന്തിനാ അമ്മയുടെ ഫീലിങ്ങിനെ ഹേർട്ട് ചെയ്തേ? അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇപ്പോൾ നിങ്ങൾ നോക്കാത്തത് കൊണ്ട് വിഷമമായത്? ആ സങ്കടം കൊണ്ടല്ലേ അമ്മ ഇപ്പൊ വയ്യാതായത്? അമ്മ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് പഴയ പോലെ നിന്നാ പോരായിരുന്നോ? വെറുതെ എന്തിനാ പാവത്തിന്റെ മുന്നിൽ ഇങ്ങനെ അഭിനയിച്ചേ? അതുകൊണ്ടല്ലേ അമ്മയ്ക്ക് ഇങ്ങനെ ആയേ? ഇതൊക്കെ നിങ്ങൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തേ? ദേഷ്യത്തിലും വാശിയിലും ചോദിച്ചു തുടങ്ങിയതാണെങ്കിലും ചോദിച്ചവൾ ഇരു കൈയും മുഖത്ത് പൊത്തി ഏങ്ങലടിച്ച് കരഞ്ഞുപോയിരുന്നു. നിനക്ക് വേണ്ടി.
അവളുടെ കണ്ണുനീർ കാണുന്ന ആനന്ദത്തോടെ അവിടെയുള്ള സോഫയിലേക്ക് കാലിന്മേൽ കാലും കയറ്റിയിരുന്നവൻ ധാർഷ്ട്യത്തോടെ പറഞ്ഞു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മറുപടി കേട്ടതും സിദ്ധി ഞെട്ടിക്കൊണ്ടാണ് അവനെ നോക്കിയത്. നീ ഇങ്ങനെ ഞെട്ടാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയല്ലേ പറയാൻ പോകുന്നത്? വേട്ടപ്പുലിയുടെ ക്രൗര്യത്തോടെ, കുറുക്കന്റെ കൗശലത്തോടെ, എന്നാൽ രാവണന്റെ അഹങ്കാരത്തോടെ വംശി അവളെ നോക്കി. അപ്പോ എന്നെ വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരും കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിൽ മാത്രമേ അടുത്ത ഭാഗം ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടൂ. ഇവിടെ മുതൽ അങ്ങോട്ട് വംശിയും ധാത്രിയും തമ്മിലുള്ള ദേഷ്യം, വാശി, പ്രണയം എല്ലാം തുടങ്ങുകയാണ്. അതൊന്നും മിസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.